ഇങ്ങ് നോക്ക്, ഞാൻ നിങ്ങളെ മൈൻഡ് റീഡ് ചെയ്യാൻ പോവാന്നേ. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ആദ്യം മനസ്സിൽ കാണണം. എന്നിട്ട് ഞാൻ എഴുതും. എൻ്റെ ഏട്ടനോട് ഞാൻ ചോദിക്കും. അല്ല, ഓക്കെ? ഏട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആനിമൽ ഓർത്തുവാ? ഓക്കെ, വെയിറ്റ്. ഏട്ടന് ഏത് ആനിമലിനെ വിചാരിച്ചേ? ഓക്കെ. അടുത്തത് ഏട്ടന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബേർഡ്. ഓക്കെ, ഇന്നാ ഓപ്പൺ ആക്കല്ലേ, ഓർമ്മയുണ്ടല്ലോ പിടിച്ചത്. അടുത്തത് ഒരു മിനിറ്റ്. ഏതെന്ന് ഏട്ടൻ ഓർത്തത്? ഓക്കെ. ഇനി അപ്പ് ആൻഡ് ഡൗൺ, അതിലേതെങ്കിലും ഒരു ഡയറക്ഷൻ ആലോചിക്കും. അപ്പ് ആരോ ഓർ ഡൗൺ ആരോ, ഏതെങ്കിലും ഒരു ആരോ ആലോചിച്ചോ? വെയിറ്റ്. ഓക്കെ, ആയാ? ഏത് ഡയറക്ഷൻ ആലോചിച്ചേ? ഓക്കെ, ഇനി അല്ലെങ്കിൽ എടുക്കാം. വെയിറ്റ്. ഇതായിട്ടാ ഏട്ടൻ എഴുതിയത്? ഇതാ അടുക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏട്ടന് ആനിമൽ അല്ല. ആയിട്ട് ഞാനെല്ലാം കൂടി എഴുതിയിട്ടില്ലത്. ആയിട്ട് ആനിമൽ കൊടുത്തു. ആനിമൽ എവിടെ? ആനിമൽ. ഓക്കെ, അടുത്തത് ഏതാ ക്വസ്റ്റ്യൻ ഉണ്ടായത്? അടുത്ത ക്വസ്റ്റ്യൻ പക്ഷി ഇതാണോ നോക്കി. ആയിട്ട് ഒരു മിനിറ്റ്, കുഞ്ഞിന്റെ കയ്യിലുണ്ട്. പക്ഷിയല്ല, അത് ഡയറക്ഷൻ അല്ലേ? ഏതാ പറഞ്ഞ? നിങ്ങ അപ്പല്ലേ പറഞ്ഞത്? പിന്നെ ഞാനെങ്ങനെ എഴുതല്? അല്ല, അപ്പല്ലേ അത്. ഞാൻ അന്നേരല്ലേ എഴുതീന്. അന്ന് ഇതാ അടുത്ത ബേർഡ് ഏതാ പറഞ്ഞേ? എങ്ങനെയുണ്ട്? എനിക്ക് പക്ഷെ അതിന്റെ അഹങ്കാരമൊന്നും അല്ല. അങ്ങനെ എനിക്കെല്ലാം അറിയാം. നിങ്ങളെ കണ്ണിലൂടെ ഞാനത് കവർന്നെടുത്ത് എഴുതിയത്. ഇത് ഫേക്ക് ഒന്നല്ല, ഇത് നമ്മളെ പറ്റി പ്ലാൻഡ് ഒന്നല്ല, ഇത് ശരിക്കും സംഭവം തന്നെയാണ്. ഇത് അപ്പ്, പാരറ്റ്, പിന്നെ ടൈഗർ ഉണ്ട്. അതങ്ങടെ മടിയിലതാ ടൈഗർ. ഞാൻ ആദ്യം പട്ടീനെ വിചാരിച്ചത്, പിന്നെ മാറ്റി ടൈഗർ ആക്കി. കണ്ട സംഭവം അങ്ങനെ പറ. അതൊന്നും പറയില്ല, അത് മെന്റലിസം. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇവളൊന്നും കൂടി ടെസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമന്റ്.